ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. ഡൽഹി നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പുറത്തു വന്നിരിക്കുന്നു. ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടിരിക്കുന്നു. നീണ്ട വർഷങ്ങൾക്ക് ശേഷം 2 പതിറ്റാണ്ടുകളിൽ മേലെയായിട്ട് ഡൽഹിയിൽ അധികാരത്തിൽ നിന്നും പുറത്തായിരുന്ന ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലേക്ക് വന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിനെ ദേശീയ പശ്ചാത്തലത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാണുന്ന ഈ സംഭാഷണത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തെയും ഡൽഹി രാഷ്ട്രീയത്തെയും വളരെ അടുത്ത് മനസ്സിലാക്കുകയും മൗലികമായ നിരീക്ഷണങ്ങളോടുകൂടി കാണുകയും ചെയ്യുന്ന മനോജ് മേനോനാണ്. മനോജ് മാതൃഭൂമി ദിനപത്രത്തിൻ്റെ ഡൽഹി ബ്യൂറോ ചീഫാണ്. മനോജ് മേനോൻ ഇതിന് മുൻപും ദില്ലി ദാലിയിൽ പലതവണ ഈ പോഡ്കാസ്റ്റിൽ അതിഥിയായിട്ട് വന്നിട്ടുള്ളതാണ്. വളരെ ഒരു നീണ്ട ദിവസമായിരുന്നു മനോജിന് എന്നെനിക്കറിയാം. ഡൽഹിയിലെ എല്ലാ പത്രക്കാരെയും പോലെ മനോജിനും വളരെ നേരത്തെ ദിവസം ആരംഭിക്കുകയും വളരെ വൈകിട്ടും അവസാനിക്കാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് രാത്രി 10:30 മണിയോട് കൂടിയാണ് മനോജും ഞാനും തമ്മിൽ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വാഗതം മനോജ് ദില്ലി ദാലിയിലേക്ക്. നമസ്കാരം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിചാരിച്ച വിജയം നേടാൻ കഴിയാതിരുന്ന BJPക്ക് ഹരിയാന, മഹാരാഷ്ട്ര, ഇപ്പോൾ ഡൽഹി, ഈ വിജയങ്ങൾ നൽകിയിരിക്കുന്ന ആഹ്ലാദം സത്യത്തിൽ വളരെ വലുതാണ്. 1998 ശേഷം ഇതാദ്യമായി BJPയുടെ സർക്കാർ ഡൽഹിയിൽ വരികയാണ്. 1998 ഡിസംബർ 3-ാം തീയതിയാണ് 52 ദിവസങ്ങൾ മാത്രം മുഖ്യമന്ത്രിയായിരുന്ന സുഷമ സ്വരാജ് പുറത്തു പോകുന്നത്. അതിനു മുൻപ് സാഹിസ് വിമയും മദൻലാൽ ഖുറാനയും ഒക്കെ ഇവിടെ മുഖ്യമന്ത്രിയായിട്ടിരുന്നതാണ്. 15 വർഷങ്ങൾ നീണ്ട ഷീലാ ദീക്ഷിത് കാലം തുടങ്ങിയത് സുഷമ സ്വരാജ് പുറത്തു പോയതോടുകൂടിയാണ്. 2013 ഡിസംബർ 28 അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയാകുന്നത്. ദില്ലി രാഷ്ട്രീയത്തെ അപ്പാടെ മാറ്റിമറിച്ച അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും അധികാരത്തിലേക്ക് വരുന്നത്. 2025 വരെ, അതായത് 12 വർഷങ്ങൾക്ക് ശേഷം ഇതാ ആം ആദ്മി പാർട്ടി ഡൽഹിയുടെ അധികാരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. മനോജിന് എന്താണ് തോന്നുന്നത്? ഈ ബദൽ രാഷ്ട്രീയവുമായി രംഗത്ത് വന്ന് രാഷ്ട്രീയേതര ഭരണ സംവിധാനം എന്ന ഒരുതരം പോസ്റ്റ് ഐഡിയോളജി പ്രത്യയശാസ്ത്രത്തിലേക്ക് പോയ ആം ആദ്മി പാർട്ടിയുടെ അസ്തമയ ദിവസമാണോ ഇന്ന്? ഗോപാലകൃഷ്ണൻ വളരെ ശ്രദ്ധേയമായ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഭാവി രാഷ്ട്രീയത്തിലേക്ക് കൂടിയുള്ള ഒരു ചൂണ്ടുവലക എന്നൊക്കെ പറയാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു പാഠപുസ്തകം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വിധിയെഴുത്താണ് ഇന്നിപ്പോ ഡൽഹിയിൽ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു ബദൽ രാഷ്ട്രീയം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മുന്നേറ്റം, അതിനപ്പുറം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് വിളിക്കാനുള്ള ഒരു ധൈര്യം എനിക്കില്ല ആം ആദ്മി പാർട്ടിയെ കുറിച്ച്. ആം ആദ്മി പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പരമ്പരാഗതമായ നിർവചനങ്ങളിൽ ഒതുങ്ങാത്തതും, ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ മുന്നേറ്റം, അല്ലെങ്കിൽ ഒരു അഴിമതി രഹിത പോരാട്ടം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു റൊമാൻറ്റിക് സങ്കല്പം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു വിശാലമായ ഒരു സന്നദ്ധ സംഘടനയുടെ ഒരു വിശാല രൂപം എന്ന തരത്തിലാണ് നമ്മൾ ആം ആദ്മി പാർട്ടിയെ കാണേണ്ടത്. പരമ്പരാഗത രാഷ്ട്രീയ നടപടികളിൽ നിന്ന്, അല്ലെങ്കിൽ പരമ്പരാഗത രാഷ്ട്രീയ സംവിധാനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു അവരുടെ സമീപനം. അഴിമതിയാണ് അവരുടെ പ്രധാനപ്പെട്ട വിഷയമായിരുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളൊരു വലിയ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഒരു ആദർശ പരിവേഷം ഞങ്ങൾക്കില്ലെന്നും, എല്ലാ പാർട്ടികളിൽ നിന്നുള്ള മെച്ചപ്പെട്ട ആദർശങ്ങളും ആശയങ്ങളും ഞങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നൊക്കെയാണ് അരവിന്ദ് കെജ്രിവാൾ ഇത്തരമൊരു സംവിധാനം തുടങ്ങുമ്പോൾ 2013 പറഞ്ഞത്. ഞങ്ങൾ ചേഞ്ച് മേക്കേഴ്സ് ആണ്, ഞങ്ങൾ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്ന ഒരു കൂട്ടമാണ് എന്ന തരത്തിലാണ് ഈ ആം ആദ്മി പാർട്ടിയെ അരവിന്ദ് കെജ്രിവാൾ അവതരിപ്പിച്ചത്. അത്തരത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ ഈ പരമ്പരാഗതമായ സങ്കല്പങ്ങളെ, ഭരണസങ്കല്പങ്ങളെയും രാഷ്ട്രീയ സങ്കല്പങ്ങളെയും ഇത്തരത്തിലൊരു ബദൽ സാധ്യതയുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് അരവിന്ദ് കെജ്രിവാളിനും അതുപോലെ ആം ആദ്മി പാർട്ടിക്കും ഈ കഴിഞ്ഞ 10-12 വർഷമായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അത് സ്ഥായിയാണോ എന്നുള്ളൊരു വിഷയം തുടക്കം മുതൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു, അതായത് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ ചട്ടക്കൂടില്ലാതെ ഇത്തരത്തിലൊരു കാൽപ്പനിക സങ്കല്പം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു മുന്നേറ്റം നടക്കുമ്പോൾ അതിന് എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയും, അല്ലെങ്കിൽ എത്രമാത്രം പരമ്പരാഗത രാഷ്ട്രീയത്തെ വെല്ലുവിളിച്ച് നിലനിൽക്കാൻ കഴിയും എന്നുള്ളൊരു വലിയ ഒരു ചർച്ച ഇതോടൊപ്പം തന്നെ സമാന്തരമായിട്ട് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു
പിന്നെ ഒരു അടുത്ത ഘട്ടമാണിപ്പോൾ നമ്മൾ ഇന്നത്തെ ജനവിധിയോടുകൂടി കാണാൻ കഴിയുന്നത്. അത് പരമ്പരാഗതമായ രാഷ്ട്രീയ പാർട്ടികളെ വെല്ലുവിളിച്ചു കൊണ്ടുവന്ന ഈ സമാന്തര മുന്നേറ്റത്തിന് അല്ലെങ്കിൽ മൂവ്മെന്റിന് പക്ഷെ അതേ ചട്ടക്കൂടിലേക്ക് തന്നെ പിന്നെ തളയ്ക്കപ്പെടുന്നു എന്നുള്ള ഒരു വലിയ പിന്നെ ഒരു ദുരന്തം കൂടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മറ്റൊരു സൈഡ് വശം കൂടി പിന്നെ നമ്മൾ ഇതിനോടൊപ്പം തന്നെ കാണേണ്ടതുണ്ട്. കാരണം അഴിമതിക്കെതിരെ വെല്ലുവിളി ഉയർത്തുന്നു, അഴിമതിക്കെതിരെ പിന്നെ പോരാട്ടം നടത്തുന്നു, അതൊരു മുദ്രാവാക്യമായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നു. 10-12 വർഷമായിട്ട് അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത്തരം ചില ചലനങ്ങൾ പിന്നെ കാണിക്കാനായിട്ട് സാധിക്കുന്നു. എന്നാൽ അത് തൊട്ട് ഏറ്റവും അവസാനം ഈ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്നതിനപ്പുറം ഈ ആരോപണം ഈ ഇന്നത്തെ ജനവിധിയിൽ ഒരു ഘടകമായി വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ജനത്തിന് മുന്നിലുള്ള ഒരു വിചാരണയിൽ പിന്നെ അരവിന്ദ് കെജ്രിവാളിന് നേരെ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ ഒരു സംശയത്തിന്റെ മുന നീണ്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പിന്നെ കാണുന്നത്. കാരണം ഇത്തരം ഒരു ആരോപണത്തിന് ബദൽ പിന്നെ വിശ്വാസ്യത ഉണ്ടാക്കാനായിട്ട് ആം ആദ്മി പാർട്ടിക്കോ അല്ലെങ്കിൽ നേതാക്കൾക്കോ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആരോപണങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ അഴിമതി മദ്യ ഇടപാട് സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ, അതുപോലെ തന്നെ ഔദ്യോഗിക ബംഗ്ലാവ് കോടികൾ മുടക്കി നവീകരിച്ചു എന്നുള്ള ആരോപണം. ഇത്തരത്തിലുള്ള ആരോപണം രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ യുദ്ധത്തിനിടയിൽ തെരഞ്ഞെടുപ്പിനിടയിൽ ഉയർത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നവർക്കാണ് വിജയിക്കാൻ കഴിയുക. അതിനെ പ്രതിരോധിക്കാനായിട്ട് പിന്നെ ആം ആദ്മി പാർട്ടിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു ഘടകം. മറ്റൊന്ന്, ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ച ബദൽ രാഷ്ട്രീയം എന്താണ്, അല്ലെങ്കിൽ ബദൽ പിന്നെ സന്ദേശം എന്താണ് എന്നുള്ളതാണ്. അതായത് ഇതുവരെയുള്ള പരമ്പരാഗത മാമൂലുകളിൽ ഒതുങ്ങിക്കിടന്നു നിൽക്കുന്ന ഭരണ സംവിധാനത്തെ പിന്നെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയും ആ പിന്നെ സന്ദേശം മറ്റെല്ലാ പരമ്പരാഗത പാർട്ടികൾക്കും സ്വീകരിക്കേണ്ടി വരികയാണ്. കഴിഞ്ഞ 10-12 വർഷമായിട്ട് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ആവിഷ്കരിച്ച ചില ആശയങ്ങളെങ്കിലും പിന്നെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരവരുടെ സംസ്ഥാന സർക്കാരുകൾക്ക് ഇത് പിന്നെ സ്വീകരിക്കേണ്ടി വരുന്നു. കാരണം ഇത്തരം സൗജന്യ വാഗ്ദാനങ്ങൾ, ഞാൻ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ ചിലതിൽ പറഞ്ഞതുപോലെ സൗജന്യ വാഗ്ദാനങ്ങൾ എന്ന് പറയുന്ന ഒരു അരാഷ്ട്രീയ സങ്കല്പമാണ് പിന്നെ യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു ആണിക്കല്ലായിട്ട് വർത്തിച്ചത്. അഴിമതിരഹിത പോരാട്ടത്തിൽ തുടങ്ങിയെങ്കിലും അവർ മുന്നോട്ട് വെച്ച ബദൽ രാഷ്ട്രീയത്തിനും ബദൽ ഭരണ സംവിധാനത്തിനും ആധാരമായത് ഈ ഫ്രീ ബീസ് അല്ലെങ്കിൽ സൗജന്യ വാഗ്ദാനം എന്ന് പറയുന്നതാണ്. ഒരു സമൂഹത്തിൽ സൗജന്യ വാഗ്ദാനം നൽകിക്കൊണ്ട് മാത്രം ഒരു രാഷ്ട്രീയ സംവിധാനത്തിന് നിലനിൽക്കാൻ സാധിക്കുകയില്ല. കാരണം വെച്ചാൽ അത് ഒരു വസ്തുത തന്നെയാണ്. താൽക്കാലികമായി വിജയം നേടാൻ തെരഞ്ഞെടുപ്പ് വിജയം നേടാൻ ഇടയ്ക്ക് ഒരു കാര്യം എന്നെ ഇടപെടാൻ ആഗ്രഹിക്കുന്നത്, ഈ സൗജന്യ ഇതുകൊണ്ട് മാത്രം ഒരു രാഷ്ട്രീയത്തിന് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളത് സത്യത്തിൽ ഇത് എം.ജി. രാമചന്ദ്രൻ്റെയൊക്കെ സമയത്ത് തമിഴ്നാട്ടിൽ വളരെ നേരത്തെ ചെയ്തതാണ്, ഈ ഫ്രീ ബീസിൻ്റെയൊക്കെ കാര്യം. പക്ഷേ അതേസമയം തന്നെ ഈ ഒരു ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെങ്കിൽ തമിഴ്നാടിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേക രാഷ്ട്രീയത്തിൻ്റെയോ ഒരു പശ്ചാത്തലം കൂടി ഉള്ളത് കൊണ്ടാണ് ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവിടെ നിലനിൽക്കാൻ കഴിഞ്ഞത്, അല്ലേ? അതാണ് പിന്നെ ഗോപാലകൃഷ്ണൻ, അതാണ് അതിൻ്റെ ഒരു വസ്തുത. കാരണം ഇതിലൊരു രാഷ്ട്രീയ സന്ദേശം കൂടി നൽകാൻ കഴിയണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനം തുടങ്ങുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ആദർശം മുന്നോട്ട് വയ്ക്കാനില്ല, ഞങ്ങൾ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ മുന്നോട്ട് വന്നിട്ടുള്ള ഒരു സംഘമാണ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു പക്ഷെ അവരുടെ ദൗർബല്യത്തിലേക്കും കൂടി വിരൽ ചൂണ്ടുന്ന ഒരു ആശയമായിട്ട് പിന്നീട് പരിണമിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ ഫ്രീ ബീസ് ഈ പറഞ്ഞതുപോലെ എല്ലാ ചില രാഷ്ട്രീയ സംവിധാനങ്ങളും സർക്കാരുകളൊക്കെ പരീക്ഷിച്ചിട്ടുള്ളതാണ്, പാർട്ടികൾ പരീക്ഷിച്ചിട്ടുള്ളതാണ്. തമിഴ്നാട്ടിലുണ്ട്, അതുപോലെ ആന്ധ്രയിലുണ്ട്, അതുപോലെ തന്നെ പിന്നെ ഉത്തർപ്രദേശിലുണ്ടായിട്ടുള്ള സാരി ദുരന്തത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാവും, ലക്നൌവിലുണ്ടായിട്ടുള്ള സാരി ദുരന്തത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാവും. അപ്പം ഫ്രീ ബീസ് എന്നുള്ളത് കേവലം ഇലക്ഷനുകളെ ജയിക്കാൻ വേണ്ടിയിട്ട് പല പാർട്ടികളും പല ഘട്ടങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അത് മാത്രം അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പിന്നെ തെരഞ്ഞെടുപ്പിന് ശേഷവും ഒരു സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള പരീക്ഷണത്തിന് സ്വല്പം ചില പരിമിതികൾ പിന്നെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അത്തരം പരിമിതികൾ തന്നെയാണ് ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയുടെ ന്യൂനതയായിട്ട് മാറിയിട്ടുള്ളത്. കാരണം സൗജന്യ വാഗ്ദാനം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തെ പിന്നെ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടി ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതിനപ്പുറം ഈ പറഞ്ഞതുപോലെ പിന്നെ ആ ഒരു സമാന്തര രാഷ്ട്രീയ ധാരയായിട്ട് വളരാനായിട്ടോ വ്യാപിക്കാനായിട്ടോ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ പഞ്ചാബിൽ ഭരണം കിട്ടി എന്ന് പറയും പോലും പഞ്ചാബിന്റെ ഭരണത്തിന്റെ ബലത്തിൽ മാത്രം ആം ആദ്മി പാർട്ടിക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. അതൊരു കേവലം പിന്നെ സംഭവിച്ച ഒന്ന് എന്നതിനപ്പുറം അത് പഞ്ചാബിന്റെ രാഷ്ട്രീയമായിട്ട് മാറിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. അത് സ്ഥായിയായിട്ട് നിലനിൽക്കുമോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. ആം ആദ്മി പാർട്ടി തുടങ്ങിയിട്ടുള്ള തട്ടകത്തിലാണ് ഇന്ന് ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടി ഏൽക്കിയിരിക്കുന്നത്. അപ്പൊ ഡൽഹി ഇല്ലാതെ പഞ്ചാബിന്റെ ഭരണത്തിന്റെ മാത്രം ആം ആദ്മി പാർട്ടിക്ക് തുടരാൻ കഴിയുമോ? ഒരു സംഘടനാ ചട്ടക്കൂടോ സംവിധാനങ്ങളോ ഇല്ലാത്തൊരു
ഒരു ഒരു രാഷ്ട്രീയ പിന്നെ നീക്കത്തിന് സ്വന്തം അണികളെ അല്ലെങ്കിൽ പിന്നെ നേതാക്കളെ പിടിച്ചു നിർത്താൻ എത്രമാത്രം സാധിക്കും എന്നുള്ളൊരു വലിയ ചോദ്യവും ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് ഫലം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം പ്രതിപക്ഷമായിട്ടാണ് ഇനി പിന്നെ ആം ആദ്മി പാർട്ടി നിലയുറപ്പിക്കേണ്ടി വരുന്നത്. ഭരണത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്നതുപോലെയല്ല, ഭരണത്തിന് തണലിൽ നിന്നതുപോലെയല്ല ഇനി പിന്നെ അംഗങ്ങളെയോ അണികളെയോ പിടിച്ചു നിർത്തുക എന്നുള്ളത് വലിയ പിന്നെ പ്രയാസമുള്ള ഒന്നായിരിക്കും. അവിടെയാണ് ഈ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ഇത്തരം ഒരു മുന്നേറ്റവും തമ്മിലുള്ള ഇത്തരം ഒരു നീക്കവും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ഒരുപക്ഷെ ഈ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളിൽ പിന്നെ ഇത്തരം ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയെന്നും അതിന്റെ പിന്നെ കാതലായ അടിത്തറ തകർത്ത് കൊണ്ടുപോകാനായിട്ടുള്ള അല്ലെങ്കിൽ സംവിധാനത്തെ തകർത്ത് കൊണ്ടുപോകാനുള്ള ഒരു ഘടകമായിട്ട് വർത്തിക്കുകയില്ല. പക്ഷെ ആം ആദ്മി പാർട്ടി പോലത്തുള്ള പിന്നെ ഒരു മുന്നേറ്റത്തിന്, ഒരു നീക്കത്തിന് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് തോൽവിയെ പോലും ചിലപ്പോൾ ഒരു വലിയ പിന്നെ ഘടകമായിട്ട് മാറുകയോ അതിന് തുടർച്ചയെ ബാധിക്കുന്ന രീതിയിലേക്കുള്ള ഒരു വലിയ വിഷയമായിട്ടോ മാറാനുള്ള സാധ്യതയുണ്ട്. ഇതിനൊപ്പം തന്നെ പറയൂ. ഇതിനൊപ്പം തന്നെ ഈ BJP എന്ന് പറയുന്ന പിന്നെ രാഷ്ട്രീയ സംവിധാനം അവരുടെ ഏറ്റവും വലിയ നിരാശ 2014 ശേഷം ഉണ്ടായ ഏറ്റവും വലിയ നിരാശ എന്ന് പറയുന്നത്, രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും പിന്നെ ഭരണം പിടിക്കാൻ പറ്റി, പക്ഷെ രാജ്യഭരണ സ്ഥിരാകേന്ദ്രം ഇരിക്കുന്ന ഡൽഹി പിടിക്കാനായിട്ട് പിന്നെ BJPക്ക് സാധിക്കുന്നില്ല. ഇത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള പല ചർച്ചകളിലും BJPക്ക് മറുപടി പറയേണ്ട വിഷയമാണ്. അതായത് സ്വന്തം ഭരണ സംവിധാനം ഇരിക്കുന്ന പ്രദേശം മറ്റൊരു പാർട്ടി ഭരിക്കുന്നു എന്നുള്ളതാണ് 2014 ശേഷം പല സംസ്ഥാനങ്ങളും പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള, തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ള BJP നേരിടുന്ന ഏറ്റവും വലിയ വിഷയം. ആ നിരാശയ്ക്കുള്ള ഒരു മറുപടിയും കൂടി പിന്നെ ഇക്കുറിയുള്ള തെരഞ്ഞെടുപ്പിൽ പിന്നെ BJPക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അതൊരു പക്ഷേ ഈ പറഞ്ഞ പോലെ ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും വളരെയധികം ഇഴഞ്ഞേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഡൽഹി എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു കേന്ദ്രഭരണവും സംസ്ഥാന ഭരണവും തമ്മിൽ പിന്നെ വ്യവച്ഛേദിക്കാൻ അല്ലെങ്കിൽ പിന്നെ വ്യത്യാസപ്പെടുത്താൻ വളരെ പ്രയാസമാണ്. അപ്പൊ അങ്ങനെ ഒരു തലത്തിൽ നിൽക്കുമ്പോൾ ആ ഒരു ഭരണ പിന്നെ കൂടെ കയ്യിൽ കിട്ടുന്നത് BJP സംബന്ധിച്ചിടത്തോളം അവരുടെ പിന്നെ അടുത്ത നീക്കങ്ങളെ വളരെയധികം സഹായിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പറഞ്ഞ പോലെ അടുത്തത് ബീഹാറാണ്. ബീഹാറിനകത്ത് ഒരുപക്ഷെ ഇനി അടുത്ത BJPയുടെ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് പകരം BJPയുടെ മുഖ്യമന്ത്രിയെ അവരോധിക്കുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് വേണമെങ്കിൽ ഇത് വളർത്തിക്കൊണ്ടുപോകാൻ BJPക്ക് സാധിക്കും. അത് മറ്റൊരു രാഷ്ട്രീയ സാഹചര്യമാണ്. അത് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷെ അതിനുള്ള ഒരു ആത്മവിശ്വാസം BJPക്ക് കൊടുക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഇതേ സമയം തന്നെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് ഒരു കാരണം കൂടെ പറയാം. ഈ ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പിന്നെ രാഷ്ട്രീയ പിന്നെ ചേരിതിരിവ് അത് യഥാർത്ഥത്തിൽ BJPക്ക് കാര്യമായി സഹായിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. ഇപ്പൊ രണ്ട് പാർട്ടികൾ തമ്മിൽ പിന്നെ മത്സരിക്കുന്നു ഇന്ത്യ സഖ്യത്തിൽ. അത് സഖ്യം നയിക്കുന്ന പാർട്ടി തന്നെ അതിനകത്ത് ഏറ്റവും ചെറിയ ഇളമുറക്കാരനായിട്ടുള്ള ആം ആദ്മി പാർട്ടിയെ മുഖ്യശത്രുവായിട്ട് പ്രഖ്യാപിക്കുന്നു. പൊതുശത്രു എന്നുള്ളത് BJP ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സഖ്യം ഉണ്ടാക്കിയത്. പക്ഷെ അങ്ങനെ സഖ്യം ഉണ്ടാക്കിയവർ തന്നെ തമ്മിൽ മത്സരിക്കുകയും BJP അല്ല ആം ആദ്മി പാർട്ടിയാണ് പ്രധാന ശത്രു എന്ന നിലയിൽ പിന്നെ നിലപാടെടുക്കുകയും ചെയ്തതോടുകൂടി യഥാർത്ഥത്തിൽ അത് BJPക്ക് ഒരു സുഗമമായ പാത ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ ദളിത് വോട്ട് ബാങ്കുകളിൽ പിന്നെ കാര്യമായ തോതിൽ പിന്നെ BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഒരുപക്ഷെ ഈ പറഞ്ഞ പിന്നെ കോൺഗ്രസിന്റെ ഈ നിലപാട് കൊണ്ടും അത്തരം വോട്ടുകൾ കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്ക് ആയിട്ട് ചിതറിയത് കൊണ്ടും മജ്ലിസ് പാർട്ടിയുടെ പിന്നെ ഒവൈസിയുടെ പാർട്ടിയുടെ ചില സാന്നിധ്യങ്ങൾ കൊണ്ടും ഒക്കെ കൂടി തന്നെയാണ്. ഗോപാലകൃഷ്ണൻ, ഇതിൽ എൻ്റെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ മനോജ് പറഞ്ഞ ചില കാര്യങ്ങളെ ആസ്പദമാക്കി ചില ചോദ്യങ്ങൾ എനിക്കുണ്ട്. ഒന്ന്, ഈ കോൺഗ്രസ് ഇവിടെ മത്സരിച്ചു എന്ന് പറയുമ്പോൾ പോലും ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ് അദ്ദേഹത്തിൻ്റെ ഭാരത് ജോഡോ യാത്ര വരുന്നു, അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് ആ പാർട്ടി വിചാരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAയുടെ സീറ്റ് നില കുറഞ്ഞതിനൊരു പ്രധാനപ്പെട്ട കാരണം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വമാണെന്ന് കോൺഗ്രസും രാഹുൽ ഗാന്ധിയെ ഇഷ്ടപ്പെടുന്നവരും വ്യാഖ്യാനിക്കുന്നു. അതേസമയം തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഇപ്പോഴത്തെ ഡൽഹി മുഖ്യമന്ത്രി ആയിരുന്ന ആതിഷിക്ക് എതിരെ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് 1000 വോട്ടിൽ താഴെയാണ് കിട്ടിയത്. ഒരു അസംബ്ലി മണ്ഡലത്തിൽ, ഇന്ത്യ തലസ്ഥാനത്ത് ഒരു അസംബ്ലി മണ്ഡലത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച കോൺഗ്രസിന് 1000 വോട്ടിൽ താഴെ കിട്ടുന്നു എന്നുള്ള ഡൽഹിയിലെ കോൺഗ്രസിന് എന്താണ് അഹങ്കരിക്കാനുള്ളത്? അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ മത്സരിച്ചു എന്നുള്ളതിന് അഭിമാനിക്കാനുള്ളത്? കോൺഗ്രസ് യഥാർത്ഥത്തിൽ അവരുടെ ഒരു പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് കോൺഗ്രസ് ഒരു കാഴ്ചക്കാരുടെ റോളിലേക്ക് മാറിയിരുന്നു ഡൽഹി രാഷ്ട്രീയത്തിൽ. അതായത് 15 വർഷം, ഗോപാലകൃഷ്ണൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ 15 വർഷം ഭരണത്തിലിരുന്ന ഒരു പാർട്ടിയാണ്. പിന്നെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ കാര്യമായിട്ട് സ്വാധീനം ഉണ്ടാക്കാനോ
പിന്നെ കാര്യമായിട്ട് അംഗങ്ങളെ ജയിപ്പിച്ചെടുക്കാനോ കഴിയാതെ ഒരു ആം ആദ്മിയും BJPയും തമ്മിലുള്ള ഒരു മത്സരത്തിൽ ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന ഒരു സ്ഥിതിയായിരുന്നു കോൺഗ്രസിനുണ്ടായിരുന്നത്. അപ്പൊ ഇക്കുറി വാസ്തവത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയും അതുപോലെ തന്നെ കോൺഗ്രസും തമ്മിൽ സഖ്യമുണ്ടാക്കി. പക്ഷേ അതിനുശേഷം ആ സഖ്യത്തിൽ കാര്യമായ ഗുണമുണ്ടായിട്ടില്ല. എന്നാൽ അതിനുശേഷം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ അകത്തുണ്ടായിട്ടുള്ള ഒരു അഭിപ്രായ രൂപീകരണം എന്ന് പറയുന്നത് തങ്ങളുടെ ശക്തി തെളിയിക്കാനുള്ള ഒരു അവസരം എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിനെ കാണുക എന്ന തലത്തിലായിരിക്കും അവരിതിനെ കണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഹരിയാനയിൽ ഉണ്ടായിട്ടുള്ള വലിയ തിരിച്ചടി, ഹരിയാനയിൽ ജയിക്കാമായിരുന്ന ഒരു സംസ്ഥാനം വാസ്തവത്തിൽ തോറ്റു കൊടുത്തിട്ടുള്ള കോൺഗ്രസിന്റെ നില, അവിടെയും ഈ പറഞ്ഞ പോലെ ആം ആദ്മി പാർട്ടിയായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യം ഉണ്ടാക്കിയിരുന്നില്ല. അങ്ങനെ സഖ്യം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈ അതിർത്തി പ്രദേശങ്ങളിൽ, അതിർത്തി മണ്ഡലങ്ങൾ, ഹരിയാന ഡൽഹിയുടെ അതിർത്തി മണ്ഡലങ്ങളിലെങ്കിലും അന്ന് കോൺഗ്രസിന് ഗുണകരമാകുമായിരുന്നു എന്നുള്ള വിലയിരുത്തൽ പാർട്ടിക്ക് കോൺഗ്രസിനകത്ത് തന്നെയുണ്ട്. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ സഖ്യം ഒരു വഴിക്ക് കൂടെ പോകുന്നു, അത് BJP ആണ് പൊതുശത്രു എന്ന് പറയുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ പഞ്ചാബിലെയും അതുപോലെ തന്നെ ഡൽഹിയിലെയും കോൺഗ്രസിന്റെ സംസ്ഥാന ഘടകങ്ങൾ ആം ആദ്മി പാർട്ടിയുമായിട്ട് ഒരു തരത്തിലും സഹകരണം പാടില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതായത് ഇന്ത്യ സഖ്യം നിലനിൽക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള വ്യത്യസ്ത നിലപാട്, വിരുദ്ധ നിലപാട് സംസ്ഥാന ഘടകങ്ങൾക്ക് സ്വീകരിക്കേണ്ടിയിരുന്നു. കാരണം അവരെ സംബന്ധിച്ചുള്ള അവരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുക, വോട്ട് ശതമാനം എത്ര നേടിയെന്ന് വ്യക്തമാവുക, സീറ്റുകൾ നേടാൻ കഴിയുമെങ്കിൽ സീറ്റുകൾ നേടുക, ഇതൊക്കെ തന്നെയാണ്. കാരണം ജനാധിപത്യ പ്രക്രിയയിൽ സീറ്റെണ്ണം എന്ന് പറയുന്നത്, നമ്പർ എന്ന് പറയുന്നത് വലിയ ഘടകമാണ്. അതിനകത്ത് ആദർശങ്ങളും ആശയങ്ങളും നിലനിൽക്കുമ്പോൾ തന്നെ സീറ്റെണ്ണവും അതുപോലെ തന്നെ നമ്പറും വലിയ ഘടകമാണ്. ഈ ഒരു യാഥാർത്ഥ്യ ബോധത്തോടു ആയിരിക്കും ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചത്. പക്ഷെ അതിനപ്പുറം ഈ ആശയപരമായ യുദ്ധം എന്ന നിലയിൽ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുമ്പോൾ, കാരണം ഇത്തരം വിശാലമായ പാർട്ടികളും വിശാലമായ സഖ്യങ്ങളും ഇത്തരത്തിൽ ആദർശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട്, ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് തിരഞ്ഞെടുക്കുന്നത്. നമ്പർ മാത്രമല്ല, ഐഡിയോളജി എന്ന് പറയുന്ന ഒരു തലം ഉയരുമ്പോൾ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യത്തോട് എന്ത് സമീപനമാണ് പ്രായോഗികമായി നിങ്ങൾ സ്വീകരിക്കുന്നത് എന്നുള്ളത് വിചാരണ ചെയ്യപ്പെടുന്ന വിഷയമാണ്. നിങ്ങൾ പറയുന്നു BJP ആണ് പൊതുശത്രുവിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന സമാന ചിന്താഗതിക്കാരായ പ്രാദേശിക പാർട്ടികളുടെ സഖ്യം ഉണ്ടാക്കിയിട്ട് കോൺഗ്രസ് അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ അത് സഖ്യം ഉണ്ടാവില്ല, സഖ്യം പ്രായോഗികമാകുന്നില്ല, സഖ്യം പ്രായോഗിക തലത്തിലേക്ക് എത്തുന്നില്ല എന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ സഖ്യത്തിനുള്ളിൽ ഒരു പരസ്പര വിരുദ്ധമായ ഒരു സമീപനം എന്നുള്ള തോന്നലുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെയാണ് ഇന്ത്യ സഖ്യത്തിലെ മറ്റു കക്ഷികൾ പിന്തുണച്ചത്. വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നയിക്കുന്ന കോൺഗ്രസിനെ അല്ല കൂടെ ഉണ്ടായിരുന്ന സഖ്യകക്ഷികൾ വിശ്വാസത്തിലെടുത്തതും സഹായിച്ചതും പിന്തുണച്ചതും. അതായത് TMC, അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടി, നാഷണൽ കോൺഫറൻസ്, NCP, ശിവസേനയുടെ ഉദ്ധവ് വിഭാഗം, ഇത്തരം പാർട്ടികൾ പരസ്യമായിട്ട് തന്നെ ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ കൊടുക്കുന്നു. അതായത് സഖ്യം നയിക്കുന്ന പാർട്ടി നിൽക്കുമ്പോൾ അതിനെ പരിഗണിക്കാതെ ആം ആദ്മി പാർട്ടി എന്നുള്ള റിയാലിറ്റിയിലേക്ക് സഖ്യകക്ഷികൾ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാത്രമല്ല, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഡൽഹിയിൽ വന്ന് പ്രചരണം നടത്തി, ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് പ്രചരണം നടത്തിയത്. അപ്പൊ ഇത്തരം ഒരു പരസ്പരം ചേരായിക അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സമീപനങ്ങൾ ഇതിനകത്ത് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു, ഒന്ന് ഈ പറഞ്ഞ പോലെ തങ്ങളുടെ ശക്തി തെളിയിക്കുക, അതായത് കാഴ്ചക്കാരായി നിന്നിട്ട് കാര്യമില്ല. ആം ആദ്മി പാർട്ടിക്കൊപ്പം നിന്നാലും ഒരു കാഴ്ചക്കാരുടെ റോളേ നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അത് ഒഴിവാക്കുക, മത്സരിക്കുക. രണ്ട്, ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് രണ്ടാം വശം എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാവിയിലേക്കുള്ള ഒരു ചോദ്യചിഹ്നം കൂടിയാണ്. എങ്ങനെയാണ് ഈ സഖ്യം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത്. ഇപ്പൊ തന്നെ ഒമർ അബ്ദുള്ളയെ പോലുള്ള ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞു. അതായത് പാർലമെന്റിലേക്ക് മാത്രമാണോ സഖ്യം ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ പറയണം. ഒന്ന്, തമ്മിലടി തുടരുക എന്നാണ് ഇന്നത്തെ ഒമർ അബ്ദുള്ളയുടെ ട്വീറ്റിൽ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇതിനകത്ത് വൈരുദ്ധ്യം രൂപപ്പെടുകയും കഴിഞ്ഞ മാസങ്ങളായിട്ട് ഇതിനകത്ത് രൂപപ്പെട്ടിട്ടുള്ള ഒരു കുറുമുന്നണിയുണ്ട്. കോൺഗ്രസിനപ്പുറം, കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ട് TMCയുടെ നേതൃത്വത്തിൽ സമാജ്വാദി പാർട്ടിയും മറ്റ് ചെറുകിട കക്ഷികളും ചേർന്നിട്ടുള്ള ഒരു കുറുമുന്നണി രൂപപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ സഖ്യത്തിനകത്ത്. ആ കുറുമുന്നണിക്ക് ബലം കൊടുക്കാനുള്ള, ആക്കം കൊടുക്കാനുള്ള സാധ്യതയും ഈ കോൺഗ്രസിന്റെ ഈ സമീപനത്തിൽ നിന്ന് അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് എന്ന നിലയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഗോപാലകൃഷ്ണൻ, ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഇന്ത്യൻ പ്രതിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വർത്തമാന കാലാവസ്ഥയെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് ഏതാണ്ട് സൂചനകൾ ഇപ്പോൾ ഇന്ത്യ സഖ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മനോജ് പറഞ്ഞു. പക്ഷേ ഈ BJP അപരാജിതമാകുകയാണോ പഴയ കോൺഗ്രസിനെ പോലെ? ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ഈ വിജയ റാലിയിൽ സംസാരിക്കുമ്പോൾ ഡൽഹിയെ ലഘുഭാരത്, മിനി ഭാരത് എന്ന് വിളിച്ചു. ഇന്ത്യയുടെ എല്ലാ സ്വഭാവ സവിശേഷതകളും ഒരു ചെറിയ സംസ്ഥാനത്തിലുണ്ടെങ്കിൽ അത് ഈ ഡൽഹിയിലാണ്. ഇവിടെ നമ്മൾ ജയിക്കുന്നത് വഴി ഒരു വലിയ അർത്ഥമാണ് അതിനുള്ളതെന്ന അർത്ഥത്തിൽ പ്രധാനമന്ത്രി ഇന്ന് BJP ഹെഡ്ക്വാർട്ടേഴ്സിൽ പറഞ്ഞു. ഡൽഹിയെ ലഘുഭാരത് എന്ന് വിളിച്ചു. ഈ
BJP ഇന്ദിരാഗാന്ധിയുടെ കാലത്തുള്ള കോൺഗ്രസ് എന്നുള്ള രീതിയിൽ ഒരു അപരാജിതമായ ഒരു നിലയിലേക്ക് വരികയാണോ? ഗോപാലകൃഷ്ണൻ, ഈ ചോദ്യത്തിന്റെ ഉത്തരം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ടാണ് ഞാൻ കണക്ട് ചെയ്യുക. ഉം. കാരണം ഈ സമീപകാലത്തുണ്ടായ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ക്രൂഷ്യലും ഒരുപക്ഷെ വലിയൊരു പാഠപുസ്തകവുമായി മാറിപ്പോയിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ രീതിയിലാണ് അതിനെ കണ്ടിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വലിയൊരു രാഷ്ട്രീയ പാഠപുസ്തകമായിട്ട് മാറിയ ഒരു തെരഞ്ഞെടുപ്പാണ് 2024 നടന്നത്. ഈ 2024 BJPക്ക് സീറ്റ് കുറയാനുണ്ടായിട്ടുള്ള കാരണങ്ങൾ പിന്നെ പലതാണ്. അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പറഞ്ഞ പോലെ ഈ വോട്ടർമാർ, മധ്യവർഗ ഇടത്തരക്കാരായിട്ടുള്ള വോട്ടർമാർ പാർട്ടിയിൽ നിന്ന് അകന്നു പോയി എന്നുള്ളതാണ്. അവരെ അതിതീവ്ര മുദ്രാവാക്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അതുപോലത്തെ അജണ്ടകൾ മുന്നോട്ട് വെച്ചുകൊണ്ടോ പിടിച്ചെടുത്താൻ കഴിയില്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് പകുതി ഘട്ടത്തിലെത്തിയപ്പോൾ BJPക്കും അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾക്കും മനസ്സിലായി എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് മുദ്രാവാക്യം മാറ്റിയതും വീണ്ടും ആ തീവ്ര മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഈ വോട്ടർമാരെ പിടിച്ചെടുത്താമെന്നുള്ള ഒരു ശ്രമം നടത്തുകയും പിന്നെ ഭാഷ മാറുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഇത് കഴിഞ്ഞ വോട്ടെടുപ്പിന്റെ രണ്ടാമത്തെ അല്ലെങ്കിൽ നടുക്ക് വെച്ചിട്ടാണ്. പക്ഷെ അങ്ങനെ ഒരു മുദ്രാവാക്യം സ്വീകരിച്ചുകൊണ്ടൊന്നും അത്തരം വോട്ടർമാർ തിരിച്ചു വരികയോ പിന്നെ പാർട്ടിയെ സഹായിക്കുകയോ ചെയ്തിട്ടില്ല. മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ ഇവരുടെ BJPയുടെ ഒപ്പമുള്ള ഈ RSSന്റെ പിന്നെ ചില സമീപനങ്ങൾ അല്ലെങ്കിൽ RSSും BJPയും തമ്മിലുള്ള ചില പിന്നെ സ്വരച്ചേർച്ചയില്ലായ്മയോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ആശയപരമായ പിന്നെ തർക്കങ്ങളോ കൊണ്ടിട്ട് RSS ഏറെക്കുറെ പല സ്ഥലങ്ങളിൽ നിർവികാര്യമായി. ഇങ്ങനത്തെ പല ഘടകങ്ങളാണ് ഇതിനകത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സീറ്റ് കുറയാനുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. ആ പാഠം സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ പിന്നെ തെരഞ്ഞെടുപ്പുകളെ കഴിയുമ്പോൾ അത് മറന്നു കളയുകയോ അതിൽ നിന്ന് പാഠം പഠിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാണ്. ഇപ്പൊ ഹരിയാന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ് വലിയ പാഠം പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ BJP അതിന് വേറൊരു സംഘടനാ സംവിധാനം ഉള്ളതുകൊണ്ടും അല്ലെങ്കിൽ RSS പോലത്തെ ഒരു മറ്റൊരു സംഘടനാ സംവിധാനം അതിന്റെ ആശയങ്ങളെ നിയന്ത്രിക്കുന്നത് കൊണ്ടും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ പഠിക്കാനായിട്ട് BJP തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അതിൽ നിന്നുണ്ടായ ആ പഠനത്തിൽ നിന്നാണ് ഈ കഴിഞ്ഞ ബജറ്റ് പോലും നമ്മൾ വിലയിരുത്തുമ്പോൾ കാണുന്നത്. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാര്യം എടുത്താലും ഞാൻ ദൈവാംശമാണെന്നും ദൈവം എന്നെ നേരിട്ട് അയച്ചിരിക്കുന്നതാണെന്നും മാറ്റി 2 മാസം മുമ്പ് ഞാൻ സാധാരണ ഒരു മനുഷ്യനാണെന്നും എനിക്ക് വീഴ്ച വരാമെന്നും ഞാനൊരു വെറും മനുഷ്യനാണെന്നുള്ള നിലയിലേക്ക് മാറ്റം പ്രധാനമന്ത്രിക്കും വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഈ 2024 തെരഞ്ഞെടുപ്പ് നൽകിയിട്ടുള്ള പാഠങ്ങളാണ് ഇതെല്ലാം. കാരണം ജനത്തിന്റെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് ചില സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ട് എവിടെയാണ് വീഴ്ച സംഭവിച്ചത്. അതുകൊണ്ടാണ് മധ്യവർഗ വിഭാഗങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള ബജറ്റിന്റെ ഉള്ളടക്കം പുറത്തു വന്നിരിക്കുന്നത്. അത് തന്നെയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടത്തരക്കാരെയും മധ്യവർഗങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ മുഴുവൻ. നിങ്ങൾക്കറിയാം 2020 ഗോപാലകൃഷ്ണനും ഞാനും ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് വർഗീയ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഹിന്ദുത്വ സ്വഭാവമുള്ള മുദ്രാവാക്യങ്ങൾ ഉയരുകയും വിഷയങ്ങൾ വലിയ ചൂടുള്ള ചർച്ചകളായി മാറുകയും ചെയ്തിരുന്നു. പക്ഷെ ഇക്കുറി ശ്രദ്ധിച്ചു നോക്കുക, അത്തരത്തിലൊരു വിഷയം കൊണ്ടുവരികയോ അത്തരത്തിലൊരു വിഷയം ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല. BJPയുടെ ഭാഗത്തുനിന്നും മറ്റൊരു പാർട്ടികളുടെ ഭാഗത്തുനിന്നും വന്നില്ല. പകരം വികസന മുദ്രാവാക്യങ്ങൾ, ഇവിടെ വികസനം പോരാ, ഇവിടുത്തെ കംഫർട്ട് പോരാ എന്ന് പറയുന്നിട്ടുള്ള ഒരു മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ കംഫർട്ട് എന്ന് പറയുന്നത് അടിസ്ഥാന വിഭാഗത്തിന്റെ വിഷയമല്ല. അടിസ്ഥാന വിഭാഗത്തിന്റെ വിഷയം എന്ന് പറയുന്നത് അവന്റെ അന്നത്തെ അപ്പവും അന്നത്തെ ഭക്ഷണവും കിടക്കാനുള്ള ഇടവും അതുപോലെ തന്നെ വൈദ്യുതി ഉണ്ടെങ്കിൽ വൈദ്യുതി അല്ലെങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം, ഇതെല്ലാം സാധാരണ പാവപ്പെട്ടവരുടെ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ ഒരു കംഫർട്ട് എന്ന് പറയുന്നത്. എന്നാൽ പക്ഷെ അതിനപ്പുറമുള്ള ജീവിത നിലവാരത്തെക്കുറിച്ചോ വികസന സങ്കല്പങ്ങളോ മുന്നോട്ട് വെക്കുന്നത് ഇടത്തരക്കാരും അതിനു മുകളിലുള്ള ഉപരിവർഗവുമാണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടി സമയമുണ്ടെങ്കിൽ ഗോപാലകൃഷ്ണൻ ഞാൻ പറയാം. ഇതിനകത്ത് 2014 വരെ ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ള വോട്ടർമാരുടെ പാറ്റേൺ നമ്മളൊന്ന് പഠിച്ചു നോക്കുക. അതിനകത്ത് 2014 വരെ ആണ് ഞാൻ പറയുന്നത്. അല്ല, 2014 വരെ അല്ല, 2015 അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ രംഗപ്രവേശം വരെ, BJP ആയിട്ടുള്ള കണക്ട് ചെയ്തിട്ടില്ല ഞാൻ പറയുന്നത്. ആം ആദ്മി പാർട്ടിയുടെ രംഗപ്രവേശം വരെ 2 തരത്തിലുള്ള 2 പാർട്ടികൾ മാത്രമുള്ള രാഷ്ട്രീയമായിരുന്നു ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. ഇത് പരമ്പരാഗതമായ രീതിയിൽ വോട്ട് വിഭജിച്ചു പോകുന്ന 2 പാർട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഒരു വിഭാഗത്തിന്റെ വോട്ടുകൾ, അതുപോലെ തന്നെ മധ്യവർഗത്തിന്റെ വോട്ടുകൾ, ഉപരിവർഗത്തിന്റെ വോട്ടുകൾ, ഇത്തരം ഒരു വിഭാഗത്തിന്റെ വോട്ടുകളുമായിട്ട് കോൺഗ്രസ് ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതുപോലെ തന്നെ മധ്യവർഗത്തിന്റെയും ഉപരിവർഗത്തിന്റെയും അതുപോലെ തന്നെ വ്യാപാരി വാണിജ്യ സമൂഹങ്ങളുടെയും വോട്ടുകളുമായിട്ട് BJP ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇങ്ങനെ 2 തരത്തിൽ വിഭജിക്കപ്പെട്ട വോട്ടർമാരായിരുന്നു ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ 2013 ആം ആദ്മി പാർട്ടി രംഗപ്രവേശനം ചെയ്തതോടുകൂടി ഈ സമവാക്യങ്ങളെ പാടെ പൊളിച്ചു കളയാണ്. അവരെല്ലാ വിഭാഗങ്ങളിലേക്കും കടന്നു കയറി, താഴെത്തട്ടിലുള്ള വിഭാഗം തൊട്ട് ഉപരിവർഗം വരെ
പിന്നെ കടന്നു കയറി. താഴെത്തട്ടിലെ വിഭാഗങ്ങളെ ഈ പറഞ്ഞ പോലെ ഇത്തരം പിന്നെ അവരുടെ സൗകര്യങ്ങൾക്ക് അവരുടെ ജീവിത നിലവാരത്തെ മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള വാഗ്ദാനങ്ങളാണ് മുന്നോട്ട് വെച്ചതെങ്കിൽ പിന്നെ ഉപരിവർഗങ്ങൾക്ക് ഉള്ള ഒരു സങ്കല്പം പറഞ്ഞാൽ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയായിരുന്നു പിന്നെ ഉപരിവർഗത്തിന്റെ ഒരു ചർച്ചാ വിഷയം. അങ്ങനെ ഇപ്പൊ എല്ലാ വിഭാഗങ്ങളിലേക്കും കടന്നു കയറിക്കൊണ്ടാണ് ആം ആദ്മി പാർട്ടി അവരുടെ വോട്ട് ബാങ്ക് രൂപപ്പെടുത്തിയത്. കാരണം അതുവരെ അങ്ങനെ വോട്ട് ബാങ്ക് ഇല്ല, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സങ്കല്പമില്ല ഡൽഹിയിൽ. ആം ആദ്മി പാർട്ടി വന്നതോടുകൂടി ഇങ്ങനെ ഒരു പിന്നെ എല്ലാ വിഭാഗങ്ങളിലേക്കും കടന്നു കയറി ഇപ്പോൾ നഷ്ടം സംഭവിച്ചത് BJPക്കും കോൺഗ്രസിനുമാണ്. അവരുടെ വോട്ട് ബാങ്കിൽ നിന്ന് പാടേ ചോർച്ച സംഭവിച്ചു. പക്ഷേ ഇക്കുറി നോക്കുക, ഇക്കുറി ആ നഷ്ടപ്പെട്ടു പോയ മധ്യവർഗ വോട്ടും ഉപരിവർഗ വോട്ടും BJP തിരിച്ചു കൊണ്ടുവന്നു. പക്ഷേ അപ്പോഴും ആം ആദ്മി പാർട്ടിയുടെ അടിത്തറയായി നിൽക്കുന്ന ആ വോട്ടുകൾക്ക് കാര്യമായ ഇളക്കം തെറ്റിയിട്ടില്ല. ആ വോട്ടുകളുടെ ബലത്തിലാണ്, ആ അടിത്തറ വോട്ടുകളുടെ ബലത്തിലാണ് ആ അടിത്തറ വോട്ടുകൾ കൂടുതലുള്ള 22 മണ്ഡലങ്ങളിലാണ് അവർ ജയിച്ചിരിക്കുന്നത്. മാത്രമല്ല രണ്ട് പാർട്ടികളും തമ്മിൽ പിന്നെ സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസം ഉണ്ടെങ്കിലും വോട്ട് ശതമാനത്തിന്റെ കാര്യത്തിൽ വലിയ 5% താഴെ എന്തോ ഉള്ളൂ വ്യത്യാസം അല്ലേ? അതെ, വലിയ വ്യത്യാസം നമുക്ക് പറയാനില്ല. എന്നാൽ പോലും ഈ പറഞ്ഞ പോലെ വോട്ടെടുപ്പിലും തെരഞ്ഞെടുപ്പിലും ഏത് 1% നേരിയ ശതമാനം പോലും വലിയ വിഷയം തന്നെയാണ് സീറ്റെണ്ണത്തെ ആശ്രയിച്ച് നിൽക്കുമ്പോൾ. അപ്പോൾ ഇത്തരത്തിൽ ഒരു സങ്കീർണമായ ഒരു പിന്നെ വോട്ടർ സമൂഹത്തെ വാസ്തവത്തിൽ ഈ കോൺഗ്രസിനും പിന്നെ BJPക്കും വളരെ പ്രയാസം ഉണ്ടായിരുന്നു. ആം ആദ്മി പാർട്ടിയെ നേരിടാൻ കഴിയാതെ എങ്ങനെയാണ് നേരിടാൻ കഴിയുക എന്നുള്ള തരത്തിലുള്ള ഒരു വലിയ വിഷയം അവർക്ക് നിന്നത്. ഇപ്പോൾ കോൺഗ്രസും BJPയും തമ്മിലുള്ള മത്സരമാണെങ്കിൽ അവർക്കറിയാം എവിടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കേണ്ടതെന്ന് അറിയാം, എങ്ങനെയാണ് വീഴ്ത്തേണ്ടതെന്ന് അറിയാം. ഇപ്പൊ ഹരിയാനയിൽ അതുപോലെ നേരിട്ടുള്ള മത്സരം നടക്കുന്നിടത്ത് അറിയാം. ഇവിടെ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പിന്നെ അതുവരെ കേൾക്കാത്തൊരു സങ്കല്പവും സമീപനവും വന്നപ്പോഴത്തേക്ക് എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടതെന്ന് അറിഞ്ഞുകൂടാതെ കോൺഗ്രസും BJPയും യഥാർത്ഥത്തിൽ വിഷമിച്ചിരുന്നു കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും. പക്ഷെ ഇക്കുറി അവർക്ക് അതിന്റെ പിന്നെ മർമ്മം പിടികിട്ടിയത് ഈ പറഞ്ഞ പോലെ മധ്യവർഗ സമൂഹവും അതുപോലെ തന്നെ ഉപരിവർഗ സമൂഹത്തിലും ഈ കേജ്രിവാളിന്റെ ഭരണ സംവിധാനത്തോട് സ്വല്പം അതിർത്തി രൂപപ്പെട്ടിരുന്നു. ഈ അതിർത്തിയുടെ ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേജ്രിവാളും ആം ആദ്മി പാർട്ടിയും താഴെത്തട്ടിലുള്ള ജനവിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് എന്ന് പറയുന്ന ഒരു വിവേചനം പിന്നെ ഈ പറഞ്ഞ പോലെ മധ്യവർഗ സമൂഹത്തിലും ഉപരിവർഗ സമൂഹത്തിലും ക്രമേണ രൂപപ്പെട്ടു വന്നിരുന്നു. അപ്പൊ അവരെ സംബന്ധിച്ചോളം കേവലം മുദ്രാവാക്യങ്ങളിൽ അത് അവരുടെ താല്പര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കില്ല. കാരണം ഞങ്ങൾക്ക് ഇനിയുള്ള ജീവിത വികസനത്തിന് ആം ആദ്മി പാർട്ടി എന്ത് സംഭാവന ചെയ്യുന്നു എന്നുള്ള ചർച്ചയിലേക്ക് വന്നപ്പോഴാണ് ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഈ ആപ്പിന്റെ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ ഫോക്കസ് എന്ന് പറയുന്നത് താഴെത്തട്ടിലേക്ക് മാത്രമാണ് ഒരു അതിർത്തി രൂപപ്പെട്ടു വന്നത്. ഈ അതിർത്തിയിലാണ് BJP യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചത്. ആ മധ്യവർഗത്തിനും ഉപരിവർഗത്തിനും ഇടയിൽ ഉണ്ടായിട്ടുള്ള അതിർത്തിയിലാണ് BJP പ്രവർത്തിച്ചത്. ആ അതിർത്തിയാണ് BJPയുടെ പ്രഖ്യാപനങ്ങൾ, അതിർത്തിക്കുള്ള പരിഹാരം എന്ന നിലയിലാണ് BJPയുടെ പ്രഖ്യാപനങ്ങൾ മുഴുവൻ വന്നത്. അത് മധ്യവർഗത്തെയും ഉപരിവർഗത്തെയും കേന്ദ്രീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇലക്ഷന് 4 ദിവസം മുമ്പ് പ്രഖ്യാപിച്ച ബജറ്റിൽ ഈ പറഞ്ഞ പോലെ ആദായ നികുതിയിലെ വലിയ വമ്പൻ ഇളവ് പ്രഖ്യാപിച്ചു. അത് മാത്രമല്ല ഇലക്ഷന്റെ തൊട്ട് തലേ ദിവസം പാർലമെന്റിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിന്റെ ഉള്ളടക്കം മുഴുവൻ ഡൽഹി തിരഞ്ഞെടുപ്പായിരുന്നു. അതായത് ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചു. മാത്രമല്ല ആം ആദ്മി പാർട്ടി തുടങ്ങിയിട്ടുള്ള ഒരു പിന്നെ സൗജന്യ പദ്ധതി ഞങ്ങൾ പിൻവലിക്കില്ല, കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിക്കുക ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ പ്രഖ്യാപനം വന്നത്. അതുവരെ ആ ഒരു ഘട്ടം വരെ ആം ആദ്മി പാർട്ടിയും BJPയും ഏറെക്കുറെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു ഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തരത്തിലെ ചില പൂഴിക്കടകണ്ണുകൾ വരുമ്പോഴാണ് ഇതിനകത്ത് ഒരു എഡ്ജ് എന്ന് നമ്മൾ പറയില്ലേ. എനിക്ക് ചോദിക്കാനുള്ളത് ഈ ആം ആദ്മി പാർട്ടിക്ക് ഒരു തിരിച്ചുവരവ് സാധ്യമാണോ? ആ ചോദ്യത്തിനാണ് നമ്മൾ ഇടയ്ക്ക് പിന്നെ സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ ആം ആദ്മി പാർട്ടി പറഞ്ഞാൽ പാർട്ടിയാണ് എന്ന് പറയാനുള്ള ഒരു പിന്നെ താല്പര്യം എനിക്കില്ല. കാരണം ഇതൊരു ഒരു 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 മുന്നേറ്റമെന്നോ അല്ലെങ്കിൽ ഒരു നീക്കമെന്നോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരു വിശാലമായ ഒരു സന്നദ്ധ സംഘടന എന്നോ നമുക്ക് ആം ആദ്മി പാർട്ടി നമുക്ക് വിളിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതിനൊരു ചട്ടക്കൂടില്ല, ഇതിനൊരു ക്രമീകൃതമായ ഒരു ഭരണഘടന ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ അതിൻ്റെ ഒരു പേരിന് അത്തരം ഭരണഘടനകൾ ഉണ്ടാവും, പക്ഷെ അതിൽ അടിയുറച്ച് നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു കേഡർ സ്വഭാവത്തോടു കൂടിയുള്ള പ്രവർത്തകന്മാരെ രൂപപ്പെടുത്തിയെടുക്കുകയോ അവർക്ക് സ്റ്റഡി ക്ലാസ് നടത്തുകയോ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു രീതി പിന്നെ സ്വീകരിക്കാത്തിടത്തോളം കാലം അണികൾ ഒരു പക്ഷേ കുറെ കാലം കൂടി പിന്നെ ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന സങ്കല്പത്തിൽ ഒപ്പം നിൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നേതാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആ നേതാക്കൾ എന്ന് പറയുന്ന വിഭാഗം ഇപ്പോൾ തന്നെ ഏറ്റവും ഒടുവിൽ പോലും സീറ്റ് കിട്ടാതെ വന്നപ്പോൾ പിന്നെ 8 MLA പിന്നെ പോയി BJPയിൽ ചേർന്നു. പിന്നെ ചില മന്ത്രിമാര്, കേന്ദ്രമന്ത്രിമാര്, അതിനൊക്കെ പല പല സാഹചര്യങ്ങൾ കാണാമായിരിക്കും. ED എന്നോ അല്ലെങ്കിൽ കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാരണങ്ങൾ കാണുമായിരിക്കും. പക്ഷെ അപ്പോഴും നിങ്ങൾ ആശയത്തിൽ അല്ലെങ്കിൽ ആദർശത്തിൽ അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് വിഘടന കാലത്തും ആ ആദർശത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണല്ലോ പണ്ടത്തെ നമ്മുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അത്
ഇല്ലാതെ വരുന്നു. അത്തരം ഒരു പിന്നെ ബന്ധം അല്ലെങ്കിൽ അത്തരം ഒരു കെട്ടുപാടില്ലാതെ വരുന്നു എന്ന് വരുമ്പോൾ നേതാക്കളുടെ പിടിച്ചു നിർത്തുക എന്നുള്ളത് കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായിരിക്കും. അതുകൊണ്ട് ആം ആദ്മി പാർട്ടി നിലനിൽക്കുമോ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചാബിലെ സർക്കാരിന്റെ ഒരു ബലത്തിലോ പഞ്ചാബിലെ ഭരണ സംവിധാനത്തിന്റെ ബലത്തിലോ ആം ആദ്മി പാർട്ടി നിലനിൽക്കും എന്ന് നമ്മൾ സങ്കല്പിക്കരുത്. കാരണം ഈ പഞ്ചാബിന്റെ ഭരണം പോലും പലപ്പോഴും ഇവിടെ നിന്ന് കേജ്രിവാളാണ് നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലൊരു പിന്നെ ഒരു പിന്തുണ പഞ്ചാബിൽ നിന്ന് ലഭിക്കും എന്ന് ആം ആദ്മി പാർട്ടിക്ക് പ്രതീക്ഷിക്കാൻ പാടില്ല. അത് അതിനപ്പുറത്തേക്കൊരു മാത്രമല്ല, ഞാൻ ഇന്ന് ആരോ എനിക്ക് തോന്നുന്നു പഞ്ചാബിലെ പ്രതിപക്ഷ നേതാവ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ, ആ, ഇനി പഞ്ചാബിലെ സർക്കാരിനെ, പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയെ ഭാരതീയ ജനതാ പാർട്ടി വിഴുങ്ങും എന്നുള്ള ഒരു അഭിപ്രായത്തിൽ, ആ, എത്രയും പെട്ടെന്ന് വിഴുങ്ങാൻ സാധ്യതയുണ്ടെന്നുള്ള മട്ടിലൊരു അഭിപ്രായം കേട്ടു ഞാൻ. ആം ആദ്മി പാർട്ടി ബി.ജെ.പിക്ക് അങ്ങനത്തെ വലിയ ഒരു അടിവേറുള്ള ഒരു സംസ്ഥാനമല്ല പഞ്ചാബ് എന്നുള്ളത് കൊണ്ട്, പക്ഷെ കോൺഗ്രസിന് ഗുണം ചെയ്യാനുള്ള സാധ്യതയാണ് പഞ്ചാബിൽ ഉണ്ടാവുക. കോൺഗ്രസിനാണ് അവിടെ പിന്നെ സ്വാഭാവിക നിലയിൽ താഴ്ത്തട്ടിൽ വരെ വേരുള്ളത്. അല്ല, ഇപ്പോൾ തന്നെ പിന്നെ ഈ മന്ത്രിസഭ, ഇപ്പോഴുള്ള മന്ത്രിസഭ, മുഖ്യമന്ത്രി അടക്കം ബി ജെ പിയുമായി കുറച്ച് നാളായിട്ട് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള ഒരു അഭിപ്രായത്തിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പഞ്ചാബിൽ. അത് പക്ഷേ രാഷ്ട്രീയമായിട്ട് ഈ പറഞ്ഞൊരു അഭിപ്രായമായിരിക്കാം. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇന്ന് ഉച്ചയ്ക്കും ഉയർന്നിരുന്നു. അതായത് 39 പിന്നെ MLA കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ നേതാക്കൾ പഞ്ചാബിൽ. ഏതായാലും പഞ്ചാബിലെ ഇതിലേക്ക് നമ്മൾ നമുക്ക് കാണാനിരിക്കുകയാണ്, പഞ്ചാബിൽ എന്താണ് സംഭവിക്കാൻ അല്ലെ പോകുന്നത് എന്നുള്ളത്. ഇതിന്റെ അതെ, ഒരു പഞ്ചാബിലും ഈ പറഞ്ഞ പോലെ അതെ സ്ഥായിയായ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കാനുണ്ടെങ്കിൽ മാത്രമേ പിന്നെ പഞ്ചാബിലും ആം ആദ്മി പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ നിലനിൽക്കാൻ പറ്റും. സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതെ അതും ഒരു വലിയ ഘടകമാണ് പിന്നെ ഗോപാലകൃഷ്ണൻ. ഇനി എൻ്റെ ഈ സംഭാഷണത്തിൻ്റെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇന്ന് പ്രധാനമന്ത്രി BJP ഹെഡ്ക്വാർട്ടേഴ്സിൽ നടത്തിയ സംഭാഷണത്തിൽ ഈ വീണ്ടും ഡബിൾ എൻജിൻ എന്ന വാക്ക് ഉപയോഗിച്ചു. അപ്പോൾ ഡബിൾ എൻജിൻ എന്ന് പറയുന്നത് സംസ്ഥാനത്തും കേന്ദ്രത്തിലും ഒരേ ഭരണകൂടം അധികാരത്തിൽ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ രണ്ടുണ്ട് ഈ ഡബിൾ എൻജിനിൽ. പക്ഷേ ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നത് ഈ ഈ ഡബിൾ എൻജിൻ എന്ന സങ്കല്പത്തിന് തന്നെ എതിരല്ലേ? ഇത്തരത്തിൽ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഒരേപോലെ തന്നെ ഭരണം വരിക, അവർ ഡബിൾ എഡ്ജ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും കേന്ദ്രത്തിലും പിന്നെ സംസ്ഥാനത്തിലും ഭരണം വരിക. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് നമ്മൾ നേരത്തെ ഗോപാലകൃഷ്ണൻ സൂചിപ്പിച്ച പോലെ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും കോൺഗ്രസിന്റെ കയ്യിലായിരുന്നു. അതെ, കേന്ദ്രം കോൺഗ്രസ് ഭരിക്കുന്ന പോലെ അതിന് സമാനമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകണം. BJP ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ പിന്നെ ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഞാനും കേട്ടിരുന്നു. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഈ പറഞ്ഞ പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം റെക്കോർഡ് വിജയം നേടിയ സംസ്ഥാനങ്ങളുടെ പേരുകൾ പറഞ്ഞു. പേരുകൾ പറഞ്ഞു. മൊത്തത്തിൽ NDA ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ പേര് പറയുന്നു. അപ്പോ അത്തരത്തിൽ നേരത്തെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം വെച്ചുണ്ടായിരുന്നു 2014 BJP പിന്നെ അല്ലെങ്കിൽ മോഡി പിന്നെ പ്രസംഗിച്ചതും അല്ലെങ്കിൽ പറഞ്ഞതുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ഒരുമിച്ച് ഭരണം എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഒരു രാജ്യം അല്ലെങ്കിൽ ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു പിന്നെ നിർദ്ദേശത്തെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സങ്കല്പത്തെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആഗ്രഹത്തെ ഒരുപക്ഷെ പിന്നെ പിന്തുണയ്ക്കാനുള്ള പിന്നെ നീക്കങ്ങൾ അതിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിനപ്പുറം ഈ പറഞ്ഞ അത്തരത്തിലുള്ള അത് സംബന്ധിച്ചുള്ള ചർച്ചകളും വിശാലമായ ചർച്ചകളും ഒക്കെ ഇനി നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഞാനും മനോജും ഡൽഹിയിൽ വന്നതിന് ശേഷം ജനിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. ആ ആം ആദ്മി പാർട്ടിയുടെ അസ്തമയത്തിലേക്ക് നീങ്ങുന്ന ഛായകൾ കാണിക്കുന്ന ഒരു ദിവസത്തിലാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ ഒന്നും ആത്യന്തികമായി പറയാൻ കഴിയില്ല എന്നറിഞ്ഞിരിക്കെ തന്നെ ആം ആദ്മി പാർട്ടിക്ക് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഇനി വളരെ ശ്രമകരമായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത്രയും സമയം വളരെ വൈകി, വളരെ നീണ്ട ദിവസത്തെ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങിനൊക്കെ ശേഷം ഇത്രയും സമയം ദില്ലി ദാലിക്ക് വേണ്ടി നൽകിയതിൽ, ഇത്രയും വളരെ വളരെ ശ്രദ്ധേയമായ ചില വിശകലനങ്ങൾ മനോജ് മേനോൻ പറയുകയും ചെയ്തു. ദില്ലി ദാലിയുടെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഐ എം താങ്കിങ് യു ഫോർ യുവർ ക്വാളിറ്റി ടൈം. താങ്ക് യു.